ഹാഷ്മി, കേരളത്തോട് പറയാനായിട്ടുള്ളത് കേരളം എല്ലാ കാലഘട്ടത്തിലും വെച്ചു പുലർത്തിയിരിക്കുന്ന മതേതരമായൊരു കാഴ്ചപ്പാടുണ്ട്. ആ മതേതര കാഴ്ചപ്പാട് അതേപടി തന്നെ നിലനിൽക്കണമെങ്കിൽ സി പി എമ്മും ബി ജെ പിയും ഒന്നാണ്. അവരുടെ രണ്ടിനെയും കൂടെ ചേർത്ത് ഒറ്റ മുന്നണി കൺവീനറാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇ ജയരാജൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളതിനെ ലൈറ്ററായിട്ട് വിടാൻ പാടില്ല. കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമത്തിന് ഞാനൊരു ഒരു ഒരു അനുഭവം പറയാം. ഞാൻ വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വാഹനത്തിന് പുറകിലിരിക്കുന്ന ആളുകൾ ഒരു ഇൻ്റർവ്യൂ പ്ലേ ചെയ്യുകയാണ്. അതിനകത്ത് ഒരാൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നു, ഗുജറാത്തിൽ ബി ജെ പിയുടെ വലിയ മുന്നേറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല, ഗുജറാത്തിൽ ബി ജെ പിയുടെ വലിയ മുന്നേറ്റം ആവേശത്തോടു കൂടി പറയുകയാണ്. അപ്പോൾ എനിക്ക് ശ്രീ ഹാഷ്മി ആ ശബ്ദം വളരെ പരിചിതമായി തോന്നി. അപ്പോൾ ആ ശബ്ദം ഏത് ബി ജെ പി നേതാവിൻ്റെതാണ് എന്ന തലത്തിൽ ഞാൻ ഫോൺ വാങ്ങി നോക്കുമ്പോൾ അത് പറയുന്ന ആ നാവിൻ്റെ ഉടമയുടെ പേര് ശ്രീ എം വി ഗോവിന്ദൻ എന്നാണ്. ആരാണ് ശ്രീ എം വി ഗോവിന്ദൻ? കേരളത്തിലെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണ് എന്ന് നമ്മൾ വിചാരിക്കുന്നയാൾ. ഇപ്പോൾ ശ്രീ എം എം ഹസനാണ് കെ പി സി സി പ്രസിഡന്റിന്റെ ചുമതല. എന്തുകൊണ്ട് ശ്രീ എം എം ഹസന് കെ പി സി സി പ്രസിഡന്റിന്റെ ചുമതല കിട്ടിയെന്ന് ചോദിച്ചാൽ, കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന ശ്രീ കെ സുധാകരൻ അദ്ദേഹം കണ്ണൂരിൽ മത്സരിക്കുവാൻ പോയി. അതേപടി തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ ശ്രീ കെ സുരേന്ദ്രൻ വയനാട്ടിൽ മത്സരിക്കുവാൻ പോകുമ്പോൾ ശ്രീ കെ സുരേന്ദ്രൻ ആ ബി ജെ പി അധ്യക്ഷന്റെ അധിക ചുമതല നൽകിയിരിക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദനാണ് എന്ന് തെളിയിക്കുന്ന വാചകമാണ്. അതല്ല എങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിക്ക് എന്തിനാണ് ഗുജറാത്തിൽ ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാകും എന്ന് പ്രവചിക്കുന്നത് പോകട്ടെ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിരീക്ഷണം. പക്ഷെ അതിനെന്തിനാണ് ഇത്ര ആവേശം എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതേ ശ്രീ ഇ പി ജയരാജനാണ് പറഞ്ഞത് ബി ജെ പിയുടെ പല സ്ഥാനാർത്ഥികൾ, ഏതൊക്കെ സ്ഥാനാർത്ഥികളാണ് അദ്ദേഹം പേരെടുത്ത് പറഞ്ഞു. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ ബിസിനസ് പാർട്ണറായ രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള ആളുകൾ വളരെ മികച്ച കാൻഡിഡേറ്റുകളാണെന്ന് പറഞ്ഞു. ശ്രീ രാജീവ് ചന്ദ്രശേഖരനും ശ്രീ ഇ പി ജയരാജനും ബിസിനസ് പങ്കാളിമാരല്ലേ? ഇവരുടെ ശ്രീ ഇ പി ജയരാജന്റെ വിവാദമായ വൈദേഹം റിസോർട്ട് അതിപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള റിസോർട്ട് കമ്പനിയല്ലേ? അപ്പൊ ഇവർ തമ്മിൽ ബിസിനസ് പാർട്ട്നേഴ്സ് മാത്രമല്ല പൊളിറ്റിക്കൽ പാർട്ട്നേഴ്സ് കൂടിയാണ്. ഇന്ന് ഈ ആരോപണങ്ങളെല്ലാം സ്ഥിരീകരിക്കുന്നത് ആരൊക്കെയാണ് ശ്രീ ഹാഷ്മി? ഒന്ന്, ബി ജെ പിയുടെ ആലപ്പുഴയിലെ കാൻഡിഡേറ്റും ബി ജെ പി സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. ഇനി അത് പോകട്ടെ, അത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ്റെ ഒരു രാഷ്ട്രീയമാണെന്ന് വിചാരിക്കാം. രണ്ടാമത് അതിനെ ക്യാരി ഓൺ ചെയ്യുന്നത് ആരാണ്? അതിനെ ക്യാരി ഓൺ ചെയ്യുന്നതും എവിഡൻഷ്യലായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും ശ്രീ ദല്ലാൽ നന്ദകുമാറാണ്. ഈ ദല്ലാൽ നന്ദകുമാർ പറയുന്നതിനെയെല്ലാം അതേപടി വിഴുങ്ങണം എന്ന് വിചാരിക്കുന്ന ഒരാളേ അല്ല ഞാൻ. അദ്ദേഹമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധം എനിക്ക് അദ്ദേഹത്തെ പറ്റി അറിയുന്നില്ല, അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയെ പറ്റി എനിക്കറിയില്ല. പക്ഷേ ഈ ദല്ലാൽ നന്ദകുമാറിന്റെ വീട്ടില് അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് പൊന്നാട ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജാഥയിൽ പങ്കെടുക്കാതെ ശ്രീ ഇ പി ജയരാജൻ ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയ്ക്ക് പൊന്നാട വിരിയിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ള ഒരു ഭൂതകാലം. അന്ന് ശ്രീ ഇ പി ജയരാജൻ പറഞ്ഞത് വളരെ അടുത്ത ബന്ധമാണ് ഞങ്ങൾ തമ്മിലെന്ന് പറഞ്ഞ ആ സുഹൃത്ത് ശ്രീ ഇ പി ജയരാജൻ പാർട്ടി പരിപാടി ജാഥ ഒന്ന് ആലോചിച്ച് നോക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലൊരു പാർട്ടി നടത്തുന്ന ജാഥയിൽ പങ്കെടുക്കാതെ പോയി അമ്മയ്ക്ക് പൊന്നാട ഇട്ട് കൊടുക്കുന്ന തരത്തിലുള്ളൊരു ബന്ധമുള്ള ആള് ഇന്ന് വന്നിരുന്നിട്ട് പറയുകയാണ് ശ്രീ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുവാൻ ചർച്ച നടത്തിയത്. ഇനി മാത്രമല്ല, ഏറ്റവും ഗൗരവതരമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണമല്ലേ, തൃശ്ശൂരിൽ ഡീലിംഗ് ഉണ്ട്. തൃശ്ശൂരിലെ ഡീൽ എന്താണ്? തൃശ്ശൂരിൽ ബി ജെ പിക്ക് വേണ്ടി ഒന്ന് കണ്ണടച്ചു കൊടുത്താൽ അവിടെ സി പി എമ്മും ഒന്ന് സി പി ഐക്ക് വോട്ട് ചെയ്യില്ല. ബി ജെ പിക്ക് വേണ്ടി ഒന്ന് കണ്ണടച്ചു കൊടുത്താൽ ലാവ്ലിൻ കേസ് സെറ്റിൽ ചെയ്ത് തരാമെന്ന് പറയുമ്പോൾ ഞാനൊരു പോയിന്റ് ഓഫ് സസ്പെക്റ്റിൽ തന്നെയാണല്ലോ ശ്രീ ദല്ലാൽ നന്ദകുമാറിനെ നിർത്തിയിരിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തെ ഒരു പരിചയവുമില്ലാത്ത ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയെ പറ്റി പറയാൻ അറിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് പൊന്നാടയിട്ട് കൊടുക്കാൻ ശ്രീ ഹാഷ്മി അല്ലല്ലോ പോയത്, ഞാനല്ലല്ലോ പോയത്, ഇവിടെ ഇരിക്കുന്ന ശ്രീ പ്രകാശ് മാഷല്ലോ പോയിരിക്കുന്നത്. അവിടെ പോയതാരാണ്? അവിടെ പോയിരിക്കുന്നത് ശ്രീ ഇ പി ജയരാജനാണ്. ഞാൻ പറഞ്ഞു വെച്ചത് ഇത് ഇ പി ജയരാജന്റെ ഒറ്റപ്പെട്ട ശ്രമമല്ല എന്നാണ് ഞാൻ പറയുന്നത്. തൃശ്ശൂരിൽ സീറ്റ് ഏത് വിഷയത്തിലാണ്? SLC ലാവലിൻ ഒത്തുതീർപ്പാക്കി കൊടുക്കാൻ പറയുന്നത്. ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ പാലക്കാട്ട് പോയി നടത്തുന്ന പത്രസമ്മേളനം എന്താണ്? പാലക്കാട്ട് ബൈ ഇലക്ഷൻ ഉണ്ടാകില്ല എന്ന് വെച്ചാൽ എന്താ ഇതിനർത്ഥം? ശ്രീ ഷാഫി പറമ്പിൽ വടകരയിൽ ജയിക്കില്ല എന്ന് ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുകയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ശ്രീ കെ സുരേന്ദ്രൻ എന്നാൽ വടകരയിൽ ഞങ്ങൾ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി ശ്രീ പ്രഫുൽ കൃഷ്ണൻ ജയിക്കും എന്നൊരു വാക്ക് പറഞ്ഞില്ലല്ലോ? ശ്രീ പ്രഫുൽ കൃഷ്ണനും അവിടെ മത്സര രംഗത്ത് തന്നെ ഇല്ലല്ലോ. അദ്ദേഹത്തെ പലപ്പോഴും ഞാൻ അവിടെ ചുമതലയുണ്ടായിരുന്ന ഒരാളാണല്ലോ, നമുക്ക് കളത്തിൽ തന്നെ കാണുവാൻ കഴിയില്ലായിരുന്നു. ഞാൻ പറയുന്നു, വടകരയിലും തൃശ്ശൂരിലും ഒക്കെ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവിശുദ്ധ ബാന്ധവമുണ്ടല്ലോ, ആ ബാന്ധവത്തെ കൂടി തകർത്തുകൊണ്ടാണ് കേരളീയ മതേതര പൊതുസമൂഹം ഈ തെരഞ്ഞെടുപ്പിൽ 2020 അതൊരു ആവേശത്തിൽ പറയുന്ന വാചകമല്ല ശ്രീ ഹാഷ്മി, 2020 അടിക്കും. കാരണം എന്താ അറിയോ? ഇവർ ഒരുമിച്ച് നിന്നാൽ പോലും, ഇവർ ഒരുമിച്ച് നിൽക്കണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നത്.
കഴിയുമെങ്കിൽ ഇവർ ഒറ്റ സ്ഥാനാർത്ഥികളെ നിർത്തണം. ഒറ്റ സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ, ജനങ്ങൾ കോർത്തെടുക്കുവാൻ കഴിയുകയുള്ളൂ. 2 കോടി തൊഴിലവസരങ്ങൾ പ്രതിവർഷം തരുമെന്ന് പറഞ്ഞ് പറ്റിച്ചത്, 15 ലക്ഷം രൂപ അവരവരുടെ അക്കൗണ്ടിലേക്ക് ഓരോ ഇന്ത്യക്കാരൻ്റെയും അക്കൗണ്ടിൽ ഇട്ടുകൊടുക്കുമെന്ന് പറഞ്ഞ് പറ്റിച്ചത്, 50 രൂപയ്ക്ക് 1 ലിറ്റർ ഡീസൽ കൊടുക്കുമെന്ന് പറഞ്ഞത്, കള്ളപ്പഴം ഒരു നാട്ടിലെത്തിക്കുമെന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ വാഗ്ദാന വഞ്ചനങ്ങൾ ഓർക്കണമെങ്കിൽ ഈ ഇവരൊരുമിച്ച് നിൽക്കണം. ഇനി കേരളത്തിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത്, വെള്ളക്കരം വർദ്ധിപ്പിച്ചത്, ബസ് ചാർജ് വർദ്ധിപ്പിച്ചത്, പിന്നെ ഇലക്ട്രിസിറ്റി സർചാർജ് വർദ്ധിപ്പിച്ചത്, പെട്രോളിന്റെയും ഡീസലിന്റെയും സെസ് വർദ്ധിപ്പിച്ചത്, നമ്മുടെ വീട്ടുകരം വർദ്ധിപ്പിച്ചത്, നമ്മുടെ കെട്ടിട നിർമ്മാണ നികുതി വർദ്ധിപ്പിച്ചത്, രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിച്ചത്, സ്റ്റാമ്പ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചത്, തൊഴിലില്ലായ്മ നിരക്ക് വളരെ വർദ്ധിപ്പിച്ചത്, അഭ്യസ്തവിധരായ തൊഴിൽ അന്വേഷികളായ ചെറുപ്പക്കാർ പരീക്ഷ എഴുതി പാസ്സായതിനു ശേഷം മുട്ടിലിഴഞ്ഞ് ഭിക്ഷ യാചിച്ച് കയ്യിൽ കർപ്പൂരാഴി നടത്തിയിട്ടും ജോലി കിട്ടാത്ത സാഹചര്യങ്ങളെ പറ്റി ഓർക്കുവാൻ, സബ്സിഡൈസ്ഡ് നിരക്കിൽ വിൽക്കേണ്ടുന്ന സപ്ലൈകോയിലെ സാധനങ്ങൾ ലഭ്യമല്ലാത്ത സാധനങ്ങൾക്ക് വിലക്കയറ്റം ഉണ്ടാക്കിയത് അടക്കമുള്ള കാര്യങ്ങൾ ഓർക്കണമെങ്കിൽ ഇവർ ഒരുമിച്ച് നിൽക്കണം. ശ്രീ ഹാഷ്മി, ഒരു കാര്യം പറയുന്നു, BJPയുടെയും CPMന്റെയും അവിശുദ്ധ അവിഹിത ബാന്ധവത്തെ ചെണ്ടകൊട്ടി മതേതര മലയാളികൾ തോൽപ്പിക്കും. പ്രകാശൻ മാഷ് പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞത് മലർപ്പൊടിക്കാരുടെ സ്വപ്നമാണെന്ന് പറഞ്ഞു. സാരമില്ല, ഞങ്ങൾ കഴിഞ്ഞ തവണ 2020 എന്ന് പറഞ്ഞപ്പോൾ ഇവർ ഇത് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് 19 സീറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് നഷ്ടമായ ഏക സീറ്റ് ആലപ്പുഴയായിരുന്നു. ആ ആലപ്പുഴ കൂടി തിരികെ പിടിക്കുവാൻ വേണ്ടിയിട്ടാണ് ശ്രീ KC വേണുഗോപാലിനെ പോലെ ടോൾ ഫിഗറിനെ ഞങ്ങൾ മത്സരിപ്പിക്കുന്നത്. ശ്രീ ശിവശങ്കരൻ, അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ ക്യാമ്പയിനെ പറ്റി വലിയ ധാരണയില്ലാത്തതുകൊണ്ടായിരിക്കണം. അദ്ദേഹം പറഞ്ഞു KC വേണുഗോപാൽ പരാജയപ്പെടുമോ എന്ന ആശങ്കയിലാണ് ശ്രീ രാഹുൽ ഗാന്ധി വരാത്തതെന്ന്. അത് അദ്ദേഹം മാധ്യമങ്ങൾ കാണാത്തത് കൊണ്ടായിരിക്കും തെരഞ്ഞെടുപ്പ് തിരക്കിനിടയിൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ രാഹുൽ ഗാന്ധിക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടായി. രാഹുൽ ഗാന്ധി 22ഉം 23ഉം ഡേറ്റുകളിൽ ഷെഡ്യൂൾ ചെയ്തിരുന്നത് ആലപ്പുഴയും വയനാടുമായിരുന്നു. ആലപ്പുഴയിൽ ഒരു വലിയ റോഡ് ഷോ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ക്ലോസ് അസോസിയേറ്റ് എന്ന നിലയിൽ ശ്രീ KC വേണുഗോപാലിന് വേണ്ടിയിട്ടുള്ളൊരു വലിയ റോഡ് ഷോയും 23-ാം തീയതി അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലമായ വയനാട്ടിലുള്ള പ്രവചനവും, ഇത് രണ്ടും എല്ലാ മാധ്യമങ്ങളിലൂടെയും അതിൻ്റെ അറിയിപ്പുകളെല്ലാം കിട്ടിയതാണ്. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിന് ശാരീരികമായ ചില രോഗാവസ്ഥകളുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്കെഡ്യൂളുകൾ ആലപ്പുഴയിലെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ, ഇപ്പോൾ വയനാട്ട്, ഇപ്പോൾ താങ്കൾ പറഞ്ഞ യുക്തി വെച്ചിട്ടാണെങ്കിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി വിജയിക്കില്ല എന്ന ഏതെങ്കിലും ആശങ്ക അവിടെ സുരേന്ദ്രന് പോലുമില്ലല്ലോ. ശ്രീ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുന്ന ശ്രീമതി ആനി രാജയ്ക്ക് പോലുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടല്ല, അത് ശാരീരികമായൊരു അസ്വസ്ഥതയുടെ ഭാഗമായിട്ടുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. അത്തരം ചൈൽഡിഷ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സിനൊന്നും മറുപടി പറഞ്ഞ് ഒരുപാട് സമയം കളയേണ്ട കാര്യമില്ല. പിന്നെ താങ്കൾക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്ന റിസൾട്ട് വരുന്ന ദിവസം വരെ ആലപ്പുഴ ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം. പക്ഷെ ഒരു തർക്കവും വേണ്ട, ആലപ്പുഴയിൽ വലിയ ഭൂരിപക്ഷത്തിന് ശ്രീ KC വേണുഗോപാൽ ആലപ്പുഴയുടെ MP ആയി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതവിടെ നിൽക്കട്ടെ. ഇവിടെ അദ്ദേഹം ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ടാണ് കേരളത്തിന് പുറത്ത് CPMന് വേണ്ടിയിട്ട് BJPക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് ഒപ്പം നിൽക്കുന്നത്? മറ്റ് സംസ്ഥാനങ്ങളിലെ CPM നേതാക്കന്മാരെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ ക്രെഡിബിളായി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ, ഇപ്പോൾ തമിഴ്നാട്ടിൽ വെങ്കടേഷ് അദ്ദേഹം മത്സരിക്കുന്ന സിറ്റിംഗ് സീറ്റിൽ അദ്ദേഹത്തിൻ്റെ ചെറിയ പടവും രാഹുൽ ഗാന്ധിയുടെ വലിയ പടവും വെച്ചിട്ടുള്ള പോസ്റ്ററുകളാണ് അടിച്ചിരിക്കുന്നത്. തിരിച്ചും മറിച്ചും വിശ്വാസമാണ്. പക്ഷേ വാളയാറിനിപ്പുറത്തുള്ള CPM ദൗർഭാഗ്യവശാൽ RSSന് കേരളത്തിലൊരു വലിയ രാഷ്ട്രീയ ഫ്രണ്ടൽ ഇല്ലാത്തതുകൊണ്ട് RSSന് ഏറ്റവും ഒന്നാമത്തെ രാഷ്ട്രീയ ഫ്രണ്ടലായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് CPM ആണ്. ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് എന്താണ് ശ്രീ പ്രകാശ് മാഷ് മറുപടി പറയാത്തത്? നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ അദ്ദേഹം ആവേശത്തോടു കൂടി പറയുകയാണ്, അദ്ദേഹം ചലഞ്ച് ചെയ്താൽ ഞാനത് പ്ലേ ചെയ്യാൻ തയ്യാറാണ്, ആവേശത്തോടു കൂടി പറയുകയാണ് ഗുജറാത്തിൽ BJPയുടെ മുന്നേറ്റം ഉണ്ടാകും. അതെങ്ങനെയാണ് ശ്രീ പ്രകാശ് മാഷെ നമ്മൾ ഒരുമിച്ച് മത്സരിക്കുന്ന BJPക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം നടത്തുന്ന ഒരു സംസ്ഥാനത്തിനകത്ത് BJPയുടെ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് പറയുവാനായിട്ട് കഴിയുന്നത് എങ്ങനെയാണ്? ഒന്ന്. പിന്നെ താങ്കൾ ചോദിച്ചു, അരുണാചൽ പ്രദേശിൽ BJP ചില സീറ്റുകളിൽ എതിരില്ലാതെ ജയിച്ചു, അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം കോൺഗ്രസിൻ്റെ. ശരി, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ ഞങ്ങൾക്ക് തക്കതായ സ്ഥാനാർത്ഥികളെ ലഭിച്ചില്ല, മത്സരിക്കാത്തതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കാം. CPM എന്താ സാറേ മത്സരിക്കാഞ്ഞത്? CPM നോമിനേഷൻ കൊടുക്കാൻ പോയപ്പോൾ ഞങ്ങൾ കൈ കയറി പിടിച്ചോ? പാടില്ല, കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ കൈ കയറി പിടിച്ചോ? ഇല്ലല്ലോ. അപ്പം നിങ്ങളവിടെ നോമിനേഷൻ കൊടുക്കാത്തതുകൊണ്ടായിരിക്കുമല്ലോ BJP താങ്കൾ പറഞ്ഞതുപോലെ എതിരില്ലാതെ ജയിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് രണ്ടുപേർക്കും ഉണ്ടായ വീഴ്ചയിൽ നിങ്ങൾ വൈകുന്നേരം അന്തിച്ചർച്ചയ്ക്ക് വന്നിരുന്നിട്ട് ഈ കോൺഗ്രസിന്റെ തലയിൽ മാത്രം കയറുന്നതിനകത്ത് ഒരു ഇരട്ടത്താപ്പില്ലേ? അതൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? പിന്നെ ദല്ലാൽ നന്ദകുമാറിനെ ആരാണ് സർ ഗ്ലോറിഫൈ ചെയ്തത്? പ്രകാശ് മാഷ് പറയൂ. ദല്ലാൽ നന്ദകുമാർ ഒരു കാലഘട്ടം മുഴുവൻ VS അച്യുതാനന്ദന്റെ പരിച്ഛേദമായി നടന്നിരുന്ന ആളാണ്. അതിനുശേഷം ഇപ്പോൾ ദല്ലാൽ നന്ദകുമാറുമായിട്ട് ഏറ്റവും വലിയ ആത്മബന്ധമുള്ള ആളുകൾ ആരൊക്കെയാണ്? ഒന്ന്, പ്രകാശ് ജാവദേക്കർ, നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള വിഷ്വൽസും ഫുട്ടേജുകളും ഉണ്ട്. രണ്ട്, ഈ ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയ്ക്ക് പൊന്നാട അണിയിക്കുവാൻ വേണ്ടി പാർട്ടി യാത്ര മാറ്റിവെച്ചിട്ട് ശ്രീ EP ജയരാജൻ എന്ന് പറയുന്ന നിങ്ങളുടെ മുന്നണി കൺവീനർ വരുന്നതിനെ പറ്റി താങ്കൾ എന്താണ് പറയാത്തത്? ഇനി അത് രണ്ടും മാറ്റി വെച്ചോളൂ. എങ്ങനെയാണ് BJPയുടെ സ്ഥാനാർത്ഥികൾ പ്രഗത്ഭരാണ് എന്ന് LDFന്റെ മുന്നണി കൺവീനർക്ക് പറയാൻ കഴിയുന്നത്? ഏതെങ്കിലും കോൺഗ്രസിന്റെ ഒരു ബൂത്ത് പ്രസിഡന്റെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
ഏതെങ്കിലും ഒരു ബൂത്ത് പ്രസിഡന്റ് നിങ്ങളുടെ LDF-ന്റെ കൺവീനറാണ്, നിങ്ങൾ ഒന്നാമത്തെ ആളാണ്. ഈ LDF കൺവീനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-ഉം BJP-യും തമ്മിൽ കൺവീൻ ചെയ്യുന്ന ആ ചുമതലയിലിരിക്കുന്ന ആളെയാണോ നിങ്ങൾ LDF കൺവീനർ എന്ന പദവിയിൽ കൊണ്ടുവന്നിരുത്തുന്നത്? അതാണോ അദ്ദേഹത്തിന്റെ ആ ലൈസണിംഗ് ആണോ, CPM BJP ലൈസണിംഗ് ആണോ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം? കോൺഗ്രസിന്റെ ഒരു ബൂത്ത് പ്രസിഡന്റെങ്കിലും പറഞ്ഞിട്ടുണ്ടോ BJP-യുടെ ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ പ്രഗത്ഭരാണെന്ന്? മതേതര കേരളം പറയുന്നുണ്ട് BJP-യുടെ ഒരു സ്ഥാനാർത്ഥികളും പ്രഗത്ഭരല്ല. ഒറ്റൊരാൾ പോലും 2ാം സ്ഥാനത്ത് പോലും എത്തുവാൻ കഴിയുന്നില്ല. നമ്മൾ തമ്മിൽ മത്സരിക്കുകയല്ലേ? നമ്മൾ തമ്മിൽ മത്സരിക്കുമ്പോൾ ഞാൻ ആത്മവിശ്വാസത്തോടു കൂടി പറയുകയല്ലേ ശ്രീ പ്രകാശ് മാഷ്, ഒറ്റ സീറ്റിൽ പോലും BJP 2ാം സ്ഥാനത്ത് പോലും വരാൻ പോകുന്നില്ല. BJP കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും 3ാം സ്ഥാനത്ത് പോകും. ഒരു തർക്കവും വേണ്ട. മത്സരം നമ്മൾ തമ്മിൽ, ഒന്നാമത് ഞങ്ങൾ, രണ്ടാമത് നിങ്ങൾ. അങ്ങനെ തന്നെയാണ് കേരളത്തിന്റെ പരിച്ഛേദം, അങ്ങനെ തന്നെയാണ് കേരളം മതേതരമായി നിലനിന്നു പോകുന്നത്. അപ്പൊ അവിടെ നിൽക്കുമ്പോൾ ഈ നന്ദകുമാറിനെ ഒന്നും തലയിലെടുത്ത് വെച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തിലും ഒരു കോൺഗ്രസ് നേതാവും നടന്നിട്ടില്ല ശ്രീ പ്രകാശ് മാഷെ. നന്ദകുമാർ എല്ലാ കാലഘട്ടത്തിലും ദല്ലാളായിരുന്നത് നിങ്ങളുടെ ചെയ്തികൾക്കാണ്. അത് ഏതെല്ലാം ചെയ്തികളായിക്കോട്ടെ, ഓരോ ചെയ്തികളായി എന്നെ കൊണ്ട് പറയിക്കാതിരിക്കുന്ന എനിക്ക് വൃത്തി. അത് ഇന്ന് രോഗബാധിതനായി കഴിയുന്ന ഒരു മനുഷ്യനെ ഞാൻ ആക്ഷേപിക്കുന്നില്ല. ശ്രീ VS അച്യുതാനന്ദന്റെ കാലം തൊട്ട് EP ജയരാജന്റെ കാലം വരെ അദ്ദേഹം നിങ്ങളുടെ ക്രൈം പാർട്ണറാണ്, നിങ്ങളുടെ ക്രൈം ഡീലിങ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഞങ്ങളുടെ അല്ല, ഞങ്ങളുമായി ഒരു ബന്ധമില്ല അദ്ദേഹത്തിന്. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ പറ്റി ഞങ്ങൾ പറയുന്നില്ല. ദല്ലാൽ നന്ദകുമാർ ഇപ്പൊ പ്രകാശ് മാഷയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒരു അസ്വാഭാവികത തോന്നാം. പക്ഷേ ദല്ലാൽ നന്ദകുമാറുമായി കണക്റ്റഡായി വാർത്ത വരുന്ന ആരെ പറ്റിയാണ്? EP ജയരാജനെ പറ്റിയാണ്. ആ EP ജയരാജനും ദല്ലാൽ നന്ദകുമാറും തമ്മിൽ വിസിബിളി നമുക്ക് ബോധ്യമുള്ള ഒരു എവിഡൻഷ്യൽ വാല്യൂ ഉള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞ എല്ലാ വാചകങ്ങളെയും വേദവാക്യങ്ങളായി ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇനി ശ്രീ കെ സുധാകരനെതിരായിട്ട് മാത്രമാണോ അദ്ദേഹം ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത്? എത്ര കാലമായി കോൺഗ്രസ് വിരുദ്ധതയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം? അത് നമുക്ക് അറിവുള്ള സോളാർ കാലഘട്ടം തൊട്ട് എത്രയോ കാലഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുവാനും തേജോവധം ചെയ്യുവാനും CPM ഉപയോഗിച്ചിട്ടുള്ളൊരു പവർ ബ്രോക്കറാണ് അദ്ദേഹം. അതിനകത്ത് ആർക്കാ തർക്കമുള്ളത്? ഞാൻ പറഞ്ഞത് അതിനകത്ത് കൗതുകകരമായി എനിക്ക് തോന്നിയത്, ഞാൻ എൻ്റെ പ്രസ്താവനയുടെ ആദ്യ വാചകം തൊട്ട് പറയുന്നു, ശ്രീ ദല്ലാൽ നന്ദകുമാറും ഞാനും തമ്മിലൊരു ബന്ധവുമില്ല. അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയെ പറ്റി എനിക്ക് അറിയുകയുമില്ല. പക്ഷേ ഉറ്റ സുഹൃത്തുമായി റിലേറ്റഡ് ആയ ഒരു ഇഷ്യൂ വരുന്നതുകൊണ്ട് മാത്രമേ കോട്ട് ചെയ്യുന്നത്. അത് അവിടെ ഞാൻ പരിമിതപ്പെടുത്തിയില്ലല്ലോ. ഞാൻ മറ്റെത്രയോ തെളിവുകൾ പറഞ്ഞു. ഞാൻ ഇതിനേക്കാൾ ഇന്ന് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞ വാചകത്തേക്കാൾ, ശോഭാ സുരേന്ദ്രൻ പുറത്തുവിട്ട തെളിവുകളേക്കാൾ, അല്ലെങ്കിൽ പ്രകാശ് ജാവദേക്കറിൻ്റെതായി പറയുന്ന എവിഡൻഷ്യൽ കാര്യങ്ങളെക്കാൾ ഞാൻ പ്രസക്തമായി കൊടുക്കുന്നത് CPM-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ഹാഷ്മി എന്തുകൊണ്ടാണ് അത് ചോദ്യമായി ചോദിക്കാത്തത്? CPM-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വളരെ ആവേശത്തോടു കൂടി പറയുകയാണ്. ഇപ്പൊ EP ജയരാജൻ പറയുന്നതിനെ നമുക്ക് വേണമെങ്കിൽ EP ജയരാജൻ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ വിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞിട്ടുള്ള ആനുകൂല്യം കൊടുക്കാം. ശ്രീ MV ഗോവിന്ദൻ മാഷ് അങ്ങനെയാണോ? ശ്രീ MV ഗോവിന്ദൻ മാഷ് അവരുടെ പാർട്ടിക്കാർ പറയുന്ന അളഞ്ഞു തൂക്കി പറയേണ്ടത് മാത്രം പറയുന്ന ആളായിട്ട് കരുതപ്പെടുന്ന ഒരാളല്ലേ അവരുടെ പാർട്ടിക്കാർക്കിടയിൽ? ഞാനത് കേട്ടിട്ടില്ല രാഹുൽ. എനിക്ക് നയിച്ചാണെന്ന് അഭ്യർത്ഥിക്കുകയാണ്. MV ഗോവിന്ദൻ അങ്ങനെ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. MV ഗോവിന്ദൻ ഗുജറാത്തിൽ BJP പമ്പിച്ച വിജയം നേടുന്ന MV ഗോവിന്ദൻ പറയുന്നു. മാതൃഭൂമി ചാനലിൽ ഞാൻ പറയാം, മാതൃഭൂമിയുടെ സീനിയർ ജേർണലിസ്റ്റായ ശ്രീ അഭിലാഷ് മോഹനുമായി നടത്തിയ അഭിമുഖത്തിൽ വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. താങ്കൾക്ക് ഞാൻ പറയുമ്പോൾ ഉണ്ടാകുന്ന അവിശ്വാസം, അതേ അവിശ്വാസം തന്നെയാണ് എനിക്കും.